കോട്ടയത്ത് തെരഞ്ഞെടുപ്പിന്റെ ചൂട് ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്നതോറും കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ നമുക്കപ്പം എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളി നമുക്കിപ്പോൾ ചേരുകയാണ്. തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എത്രത്തോളം ഉണ്ട് പ്രതീക്ഷകൾ? 100% ഞങ്ങൾക്കോട് ജയിക്കാൻ പറ്റുന്ന സാഹചര്യമാണുള്ളത്. അത് എല്ലാ തരത്തിലും ഞങ്ങൾ സർവേ ചെയ്തതാണ്. എല്ലാ വിഭാഗത്തിൻ്റെയും സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 100% ഇവിടെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന എനിക്ക് വിജയിക്കാൻ കഴിയും. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളെല്ലാം കോട്ടയത്തേക്ക് കൊണ്ടെത്തിക്കാനുള്ളൊരു ഉണ്ടോ? തീർച്ചയായിട്ടും. കോട്ടയത്തെ സംബന്ധിച്ചോളം ഈ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ വിജയിക്കാതെ ഈ പറയുന്ന 2 സ്ഥാനാർത്ഥികൾ മത്സരിച്ചിട്ടുള്ളവരും അവരെ സംബന്ധിച്ചോളം ഇവിടെ ഭരണത്തിൽ ഒരു കാരണവശാലും വരാൻ കഴിയില്ല എന്നുള്ളത് ഇന്ത്യയിലെ ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. എൻ.ഡി.എ സർക്കാർ തിരിച്ച് പിന്നെ മോദിജിയുടെ തുടർ ഭരണമാണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥി വിജയിച്ചാൽ മാത്രമേ കോട്ടയത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയൂ എന്ന് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കറിയാം. ഈ കോട്ടയത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് റബ്ബറിൻ്റെ വിലയാണ്. അപ്പോൾ അത് സംബന്ധിച്ച് എന്ത് പ്രതീക്ഷയാണ് താങ്കൾക്കുള്ളത്? പ്രതീക്ഷയല്ലല്ലോ, അതിന് വളരെ വ്യക്തമായി തന്നെ മറുപടി ഞാൻ മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ്. അതിന് വില കൂട്ടുന്ന കാര്യത്തെക്കുറിച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് അതിനുള്ള ഉറപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിപൂർണമായിട്ടുള്ള പരിഹാരം ഉണ്ടായിരിക്കും. അതുപോലെ മറ്റൊരു ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് കേരള സ്റ്റോറി എന്നൊരു സിനിമ. ആ സിനിമ നേരത്തെ ഇപ്പോൾ ഇടുക്കി രൂപത പ്രദർശിപ്പിച്ചു. അതിനുശേഷം ഇപ്പോൾ തലശ്ശേരി രൂപത, ഇത്തരത്തിൽ പുതിയ പല രൂപതകളിലും ഇത്തരത്തിൽ പ്രദർശനമായി രംഗത്ത് വരികയാണ്. അതിനെങ്ങനെ നോക്കിക്കിടുന്നത്? എല്ലാവരും ഇത് പ്രദർശിപ്പിക്കണം. കേരളത്തിലെ കുറച്ച് ആളുകൾ കാണിക്കുന്ന വൃത്തികേടാണ് ഈ പറയുന്ന ലവ് ജിഹാദ് എന്ന് പറയുന്നത്. അത് കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ള കാര്യം പകൽ പോൽ സത്യമാണെന്നുള്ള കാര്യം ഇവിടുത്തെ എല്ലാവർക്കും ഇതില്ല എന്ന് പറയുന്നവർക്ക് ഉൾപ്പെടെ അറിയാവുന്ന സത്യമാണത്. പക്ഷേ പലരും തുറന്നു പറയാൻ മടിക്കുന്നു എന്നുള്ളത് മാത്രം. അതെല്ലാവരും കാണിക്കണം. അതിൻ്റെ അവയർനെസ് എല്ലാ വിഭാഗത്തിനും ഈ രാജ്യത്തുണ്ടാവണം എന്നാണ് എൻ്റെ അഭിപ്രായം.